അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഞാനൊരു വ്ളോഗുമായിട്ട് വന്നേക്കുവാണ്. ഇത് ശനിയും ഞായറും ആയിട്ടുള്ളൊരു വ്ളോഗാണ്. ഞായറാഴ്ച ഇക്ക വരാത്തതുകൊണ്ട് നമുക്കിത് ഞായറാഴ്ചയാണോ ശനിയാഴ്ചയാണോ എന്നുള്ളൊരു അന്തമൊന്നുമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഉള്ള ആൾ പെട്ടെന്ന്, അതായത് ഇപ്പോൾ മന്ത്ലി 2 ടൈംസാണ് വരിക. 2 വീക്സ് ഇടവിട്ടിട്ട് അങ്ങനെ വരിക. അത് കാരണം നമുക്ക് സൺഡേ മൂപ്പര് ഇല്ലാണ്ടാവുമ്പോൾ അയ്യോ പെട്ടെന്ന് മറന്നു പോകും നമുക്ക് സൺഡേ ആണോ എന്നുള്ളത്. അങ്ങനെ രാവിലെ എണീച്ച് നമ്മുടെ കലാപരിപാടികൾ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ തൂക്കി പിടിക്കണമെങ്കിലുണ്ടല്ലോ ഭയങ്കര ആരോഗ്യം വേണം. സ്റ്റാമിനയൊക്കെ കമ്മിയായി വരുന്നുണ്ട്. കാപ്സ് കഴിച്ചാലേ സ്റ്റാമിന ഉണ്ടാവുള്ളൂ കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ സിറ്റ് ഔട്ട് ക്ലീൻ ആക്കിയിട്ട് നേരെ പോയിട്ട് ഞാനിതാ ഇവിടെ വാഷിങ്ങിനൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ എഗ്ഗ് നില മേടിച്ചതിന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് പുഴുങ്ങാനുള്ളത് അതൊന്ന് എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകിയും കൂടി എടുക്കുന്നുണ്ട്. ഞാൻ ഒരു 3-4 വെള്ളത്തിലൊന്ന് കഴുകി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വ്ളോഗിന് അധികം വ്യൂ ഒന്നും വന്നിട്ടില്ല. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച വീഡിയോ ആയിരുന്നു, പക്ഷേ വരുമായിരിക്കും പിന്നീട് എപ്പോഴെങ്കിലും. അപ്പോൾ എന്തായാലും കഴുകി കൊണ്ടുവന്ന എഗ്ഗ് ഞാൻ പുഴുങ്ങാൻ വേണ്ടി വെച്ചു. ഇനി ഇതിലോട്ട് ഇച്ചിരി ഉപ്പിട്ട് പുഴുങ്ങാൻ വേണ്ടി വെക്കാം. പിന്നെ വിനീഗർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഇതായി കിട്ടും കേട്ടോ. പീൽ ചെയ്യാൻ പറ്റും വിനീഗർ ഒഴിച്ച് കഴിഞ്ഞാൽ. പിന്നെ വേഗം പോയി അടിച്ചു വാരാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ഒന്ന് അടിച്ചു വാരി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഹായ് ജിനി, കുറേ ആയി കമൻറ്റ് ഇട്ടിട്ട്. ഫേസ് ആൾവേസ് ബ്യൂട്ടിഫുൾ ആണ്, ബിഫോർ ആൻഡ് നൗ. പക്ഷേ ഇപ്പോൾ ജോലൈനൊക്കെ വന്നു. നെഗറ്റീവ് കമൻറ്റ് മൈൻഡ് ചെയ്യണ്ട. യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. Great determination and willpower. You should be proud of yourself. I am definitely proud of you. Lunch recipe super. Regards to all at home. Okay, thank you. അപ്പോൾ എന്തായാലും ജോലൈനൊക്കെ ഇങ്ങനെ വന്നു. എന്നാലും നമുക്ക് താടിൻ്റെ അവിടെ ഇച്ചിരി ഫാറ്റ് ഉണ്ടാവില്ലേ, അത് പോയിട്ടില്ല. ഈ ഫേസ് യോഗ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ആൾക്കാർ പറയുമല്ലോ. അതായത് ഇങ്ങനെ ജോലൈന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഫേസ് യോഗ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഡയറ്റ് എടുത്താലേ എല്ലാവർക്കും വരുന്നൊരു സംഭവമാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്നും പറയാൻ പറ്റില്ല, മിക്ക ആൾക്കാർക്കും വരുന്ന ഒരു സംഭവമാണ് ജോലൈന്. അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റോ സർജറിയോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മുടെ KA ഖദീജ എന്നാണോ, KAID എന്നുള്ള ഒരു ഇതെന്നാണ് കേട്ടോ നമുക്ക് ഈ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വളരെ സന്തോഷം, ജിനിയെ നേരിട്ട് കണ്ട് വീഡിയോ കാണുമ്പോൾ കൂടുതൽ സന്തോഷം എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. അങ്ങനെ ഞാൻ മുകളിലോട്ടൊന്ന് അടിച്ചു വാരാൻ വേണ്ടിയിട്ട് പോയതാണ്. മേലെ ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. പിന്നെ ജിനി മെലിഞ്ഞിട്ടുണ്ട്, സൂപ്പർ വീഡിയോ, സുന്ദരിയായിട്ടുണ്ട്. ഇക്ക വന്നിട്ടില്ല. ഇക്ക നെക്സ്റ്റ് ഒരു പൂച്ച കുറേ നേരമായി കരഞ്ഞുകൊണ്ടിരിക്കണം അവിടെ. ഇക്ക അടുത്ത ഞായറാഴ്ച വരും. എന്താ പറയുക, സുന്ദരിയായിട്ടുണ്ട് പറയുന്നുണ്ട്. താങ്ക് യു. അങ്ങനത്തെ കോംപ്ലിമെൻ്ററീസൊക്കെ ഞാൻ പെട്ടെന്ന് ഏറ്റെടുക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ ഒരാളിങ്ങനെ നമ്മുടെ പോസിറ്റീവുകളൊക്കെ എടുത്ത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതേ തന്നെ നെഗറ്റീവ് എടുത്ത് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഡള്ളായിരിക്കും, എന്നാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെടുത്ത് നെഗറ്റീവിലൂടെ നമ്മളോട് അവതരിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ദേഷ്യം വരുന്നത് കേട്ടോ. അത് വേറെ കാര്യം. പോസിറ്റീവും നെഗറ്റീവും അതിൻ്റേതായ രീതിയിൽ എടുക്കുക, ബാക്കിയുള്ളതൊക്കെ അങ്ങനെ എടുക്കണ്ട, മൈൻഡ് ആക്കണ്ട. നമ്മൾ എത്ര പോസിറ്റീവ് ചെയ്താലും നെഗറ്റീവ് മാത്രം കേൾക്കുന്ന ഒരു കാര്യം വരികയാണെങ്കിൽ അത് മൈൻഡ് ആക്കണ്ട, അത്രേ ഉള്ളൂ. ജിനി റിയലി ടോണ്ട് യു വെരി വെൽ കിഡൂസ്. താങ്ക് യു സോ മച്ച്. ബിന്ദു വിജയകുമാർ എന്നുള്ള ID എന്നാണ് വന്നേക്കുന്നത്. താങ്ക് യു. ജിനി മെലിഞ്ഞ് സുന്ദരിയായിട്ടുണ്ട്, റെസിപ്പി എല്ലാം സൂപ്പർ, ഡ്രസ്സ് നന്നായിട്ടുണ്ട് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഷക്കീല. പിന്നെ അസ്സലാമു അലൈക്കും ജിനിത്ത. വലൈക്കും അസ്സലാം. നിങ്ങളെ സ്ഥിരം പ്രേക്ഷകയാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു. ജിനി ഇപ്പോൾ തടി കൂടുതലില്ല, ഓക്കെ, എന്നാലും കുറച്ചുകൂടെ കമ്മി ആക്കണം. പക്ഷെ ഞാനിങ്ങനെ ഡയറ്റിലാണ്, അങ്ങനെയാണ് ഇങ്ങനെ ആ ഒരു ഇത് വിട്ടു. ഡയറ്റ് ആയിരിക്കും, പക്ഷെ അതെൻ്റെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് ഞാൻ കൊണ്ടുപോകാനാണ് തീരുമാനിച്ചേക്കുന്നത്. കാരണം 2 മാസം എനിക്ക് ഇങ്ങനെ ഇരുന്നപ്പം എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത്. പലർക്കും ഫുഡ് കിട്ടാണ്ടാകുമ്പോൾ സന്തോഷം ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വീറ്റ് ഇല്ല കേട്ടോ, സ്വീറ്റും ഓയിൽ ഫ്രൈ പിന്നെ
മുന്നേ ഞാൻ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ കഴിക്കാണ്ടിരുന്നാൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ചട്നി കറികൾ ഇതെല്ലാം എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു സങ്കടം ഫീൽ ആയിട്ടില്ല കേട്ടോ. ഞാനിവിടെ ചട്നി അരച്ചു, മുളക് ചട്നി അരച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലൈറ്റൊക്കെ ഓണാക്കി എഗ്ഗ് പുഴുങ്ങിയതിനൊന്ന് എടുത്തു. ഇതുപോലത്തെ ഷോൾ ഇട്ടാലേ വെള്ളം നനഞ്ഞാൽ പെട്ടെന്ന് അറിയും. അപ്പോൾ പിന്നെ ഇതിൽ എണ്ണ ആയിക്കഴിഞ്ഞാൽ നമുക്കത് കഴുകി വൃത്തിയാക്കാനേ പറ്റില്ല കേട്ടോ. ഈ ഒരു ടൈപ്പ് ഷോൾ അധികം എൻ്റെ ഷോളുകളൊക്കെ കേടുവരുന്നത് എണ്ണയായിട്ടാണ് കേട്ടോ. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞാൻ എഗ്ഗുകളൊക്കെ ഒന്ന് പുഴുങ്ങിയത് പൊളിച്ചെടുത്തിട്ട് അടച്ചിട്ട് ഞാനതൊന്ന് ടേബിളിൽ കൊണ്ടുവയ്ക്കണം. അതുപോലെ ചട്നി ഇതാ ഒന്ന് കടുക് താളിച്ചിട്ടും കൂടി എടുക്കണം കേട്ടോ. കടുക് കറിവേപ്പില ചുവന്ന മുളകൊക്കെ താളിച്ചെടുക്കുക. പിന്നെ മുളക് ചട്നി അരച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഹാഷിം മുഹമ്മദ് എൻ്റെ കമൻറ്റ് വായിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താ മുത്തേ, ഡയറ്റ് പ്ലാൻ ഒന്ന് പറയുമോ ചോദിക്കുന്നുണ്ട്. പറയാം കേട്ടോ. എന്തായാലും ഞാൻ ഡയറ്റ് പ്ലാന് രാവിലെ 8:30 ഇനി അങ്ങോട്ട് ഞാൻ ഡയറ്റ് പ്ലാനുകളാണ് പറയുന്നത്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ഞാൻ 8:30ക്കാണ് എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആക്കുന്നത്. വെള്ളം കുടിച്ചിട്ടാണ് ബ്രേക്ക് ആക്കുക. രാവിലെ എണീച്ച ഉടനെ ഞാൻ എൻ്റെ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കാറുണ്ട്. അതിന് ഞാൻ ഒരു സിപ്പ് വെള്ളമേ കുടിക്കാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ 8:30ക്കാണ് ബ്രേക്ക് ആക്കുന്നത്. അപ്പോൾ വെള്ളം കുടിക്കും കേട്ടോ. ഒരു 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞിട്ട് 9 മണിക്കാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു ഓറഞ്ച് അല്ലെങ്കിൽ പൈനാപ്പിൾ എടുക്കാം, പിന്നെ കിവി അങ്ങനത്തെ ഫ്രൂട്ടൊക്കെ എടുക്കാം, അവക്കാഡോ എടുക്കാം. റോബസ്റ്റ് എടുക്കാൻ പറ്റില്ല കേട്ടോ. റോബസ്റ്റ് എൻ്റെ കയ്യിൽ വേറെ ഫ്രൂട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ റോബസ്റ്റ് എടുത്തു എന്ന് മാത്രം. 3 എഗ്ഗാണ്, ഫുൾ എഗ്ഗ് എടുക്കും കേട്ടോ. അതിലേക്ക് ചമ്മന്തിയോ തേങ്ങയോ എന്ത് വേണമെങ്കിലും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ എൻ്റെ ഡയറ്റിന്. പിന്നെ ഇതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമുക്ക് പാല് കുടിക്കുക. അതും ഫുൾ ഫാറ്റ് അല്ല, ലോ ഫാറ്റ് മിൽക്ക് കുടിക്കുക. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം ഞാൻ വെള്ളം അരമണിക്കൂർ കഴിഞ്ഞിട്ടേ കുടിക്കാറുള്ളൂ, ഉടനെ വെള്ളം കുടിക്കാറില്ല. പിന്നെ നമുക്ക് 11 മണിയാകുമ്പോൾ ഒരു കോഫി എടുക്കുക, അത് വിത്തൗട്ട് എടുക്കുക. എനിക്ക് പാല് യൂസ് ചെയ്യാൻ പറ്റും, പാലും തൈരും ഒക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും എൻ്റെ ബോഡി ടൈപ്പിന് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ടൈപ്പല്ലേ ബോഡി. അപ്പോൾ 11 മണിയാകുമ്പോൾ ഞാൻ കോഫി എടുക്കും. ചില സമയത്ത് എനിക്ക് പാലായിട്ട് കുടിക്കണ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അധികം ചെയ്യാറുള്ളത് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ ചായ ഉണ്ടാക്കാറുണ്ടല്ലോ, അതിൻ്റെ കൂടെ ചായ എടുക്കും, അല്ലെങ്കിൽ കോഫി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കോഫി എടുക്കും. അപ്പോൾ പിന്നെ ഞാൻ 11 മണിക്കൊന്നും എടുക്കാറില്ല. ഇതാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ അതിന് ശേഷം 1 മണിക്കാണ് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കേണ്ടത്. അതുകൊണ്ട് ലഞ്ച് കഴിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് നമ്മൾ വെള്ളം കുടിക്കൽ നിർത്തണം. പിന്നെ ലഞ്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക. ലഞ്ചിനായിട്ട് നമുക്ക് ആദ്യത്തെ 1 മാസം കാപ്സ് ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ ഡയറ്റ് ചെയ്തത്. ഞാൻ ഇതുവരെ അങ്ങനെയാണ് ഡയറ്റ് ചെയ്തത്, കാപ്സ് അധികം എടുത്തിട്ടില്ല. ഇപ്പോൾ ഞാൻ ജിമ്മിന് പോകാൻ തുടങ്ങിയ പിന്നെയാണ് ഉച്ചയ്ക്കൊക്കെ ഒരു കയ്യിൽ ചോറൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ലഞ്ചിനായിട്ട് അധികം ചെറുപയർ, കടല, പിന്നെ കറിയിലത്തെ കഷ്ണങ്ങൾ എടുക്കാം, പിന്നെ സാലഡ് എടുക്കാം. തൈര് ഒരു ബൗൾ നിറയെ കഴിക്കണത് നല്ലതാണ്. തൈര് പൊതുവേ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഡയറ്റ് ഉണ്ടാകുമ്പോൾ എന്തായാലും കഴിച്ചിരിക്കേണ്ട ഒരു ഫുഡാണ് തൈര്. പിന്നെ കക്കരിക്ക, പിന്നെ തക്കാളി, ഉള്ളി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ എന്ത് വേണമെങ്കിലും എടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഫ്രൂട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം കുടിക്കുക. ഒരു ദിവസം എനിക്ക് 2.5 ലിറ്റർ വെള്ളമാണ് കുടിച്ച് തീർക്കേണ്ടത്. അത് ഈവനിങ് 7 മണിക്ക് മുമ്പ് കുടിച്ച് തീർക്കണം കേട്ടോ വെള്ളം. പിന്നെ 4 മണിക്ക് എനിക്കൊരു കോഫിയോ ചായ എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഈത്തപ്പഴം എടുക്കുക, ആൽമണ്ട് എടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക തേങ്ങ എടുക്കുക കേട്ടോ. തേങ്ങ കഴിക്കാൻ പറ്റും എനിക്ക്, തേങ്ങ എടുക്കാം. പിന്നെ 7 മണിയാകുമ്പോൾ നമ്മൾ ലഞ്ചിന് എന്താ കഴിച്ചു വെച്ചാൽ അത്രയും ക്വാണ്ടിറ്റി കഴിക്കണ്ട. എപ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വയറ് നിറയെ നമ്മൾ ഫുഡ് കഴിക്കാണ്ടിരിക്കുക കേട്ടോ. അത് നല്ലൊരു കാര്യമാണ് ചെയ്യണത്. അപ്പോൾ ക്വാണ്ടിറ്റി അത്ര എടുക്കണ്ട, പക്ഷേ ലഞ്ചിന് നമ്മൾ എന്തോ കഴിച്ചു അത് ഫുൾ എടുക്കുക കേട്ടോ. നമുക്ക് ഈവനിങ് 7 മണിയാകുമ്പോഴത്തേന് നമ്മുടെ വെള്ളം കുടിയും എല്ലാം അവിടെ ഫിനിഷായിരിക്കണം. പിന്നെ ഞാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഫുള്ള് ഇതേ ടൈമിങ് ഇതേപോലെയൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കുമായിരുന്നു. ഫുഡൊക്കെ അതേപോലെ ടൈമിൽ ചിലപ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ വരുമായിരുന്നു കേട്ടോ.
അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസത്തെ ഡയറ്റ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഞാൻ ഏറ്റവും എനിക്ക് റിസ്ക് ഫാക്ടർ എന്തായിരുന്നു പറഞ്ഞാൽ ഇത് ഷുഗർ എനിക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചായ പിന്നെ കട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കത് വലിയൊരു ആശ്വാസമായിരുന്നു കേട്ടോ. ഷുഗർ കട്ട് ചെയ്യുക പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാനേ പറ്റാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ എനിക്കത് ഒരു 2 വീക്സ് 3 വീക്സ് ഒക്കെ ടൈം എടുത്തു. ഇപ്പോഴും എനിക്ക് ചില ടൈമിൽ ഷുഗർ ക്രേവിങ്സ് വരാറുണ്ട്. നമ്മൾ പ്രോട്ടീൻ നന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഷുഗർ ക്രേവിങ്സ് വളരെയധികം കുറയും. പിന്നെ നമുക്ക് അത്രയും തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് നമുക്കൊരു ഡേറ്റ്സ് ഒക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തത്. ഇപ്പോഴും ഞാൻ ഷുഗർ കഴിച്ചു കഴിഞ്ഞാൽ എനിക്കത് പിന്നീട് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഭയങ്കര വലിയൊരു ടാസ്ക് ആയതുകൊണ്ടാണ് അതിലോട്ട് വീണ്ടും വരാത്തത് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഓരോ പണികളിങ്ങനെ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഡയറ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള ചായക്ക് പകരം ഇന്ന് നമ്മൾ കോഫിയാണ് ഉണ്ടാക്കിയത്. കോഫി ഉണ്ടാക്കിയിട്ട് എന്താ പറയുക, ഇത് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കോഫിയിൽ ഇച്ചിരി എനിക്ക് ഷുഗർ ലെവൽ ഇച്ചിരി കമ്മിയാവുന്നുണ്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ മധുരം ഇട്ടിട്ട് കുടിച്ചോളൂ. നമ്മളിപ്പോൾ ചോറൊക്കെ ഒരുപാട് ചോറും ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഒരു 1/2 സ്പൂൺ ഷുഗറൊക്കെ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നാറ് കേട്ടോ. അത് നമ്മുടെ ഒരു ഇതിനനുസരിച്ച്. പിന്നെ എൻ്റെ ഡയറ്റ് ഞാൻ ഒരിക്കലും തനിച്ചെടുത്ത ഡയറ്റല്ല. എനിക്കൊരു ഡയറ്റീഷ്യൻ ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ ഇതിൽ ഞാൻ പോയി ചേർന്ന് അവർ പറഞ്ഞു തന്ന രീതിയിലാണ് ഞാൻ ഡയറ്റ് എടുത്തുകൊണ്ടിരുന്നത്. അതിൽ 55 ദിവസം കഴിഞ്ഞു. ഇനിയൊരു 5 ദിവസം കൂടി ഉള്ളൂ അതിലുണ്ടാവുക. വളരെ നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ ഇതിനൊന്നും പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ഞാൻ എന്തായാലും എൻ്റെ അതിൽ പറയുന്നില്ല. കാരണം ഇപ്പോൾ പ്രൊമോഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഓരോ പണികളും ചെയ്തു. ഇനി ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കനൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് നമുക്കിന്ന് ചിക്കൻ ഗ്രേവിയും ഫ്രൈയും ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രേവി ഒരു നാടൻ ഗ്രേവി മൺചട്ടിയിൽ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫ്രൈ നമ്മുടെ നോർമലായിട്ടുള്ള ഫ്രൈ തന്നെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി തക്കാളി ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. നിങ്ങൾക്കറിയാമല്ലോ പിന്നെ എനിക്ക് അത്യാവശ്യം നിറയെ ഉള്ളി വേണം എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 ഉള്ളി എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് റെസിപ്പി കാണാം അല്ലേ. അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ ശേഷം ഞാൻ ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പട്ട ഗ്രാമ്പ് പിന്നെ ഇച്ചിരി ജീരകവും ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഏലക്ക ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ ഉള്ളിയും അതുപോലെ പച്ചമുളകും ഇട്ടിട്ട് ഉപ്പിട്ടിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഈച്ച അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അയ്യോ. പിന്നെ ഉള്ളി എത്ര ആയിട്ടുണ്ട്. ഇതിലോട്ട് പച്ചമുളകും ചെറിയുള്ളിയും ചതച്ചതാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത്. ഒരു 3-4 പച്ചമുളകും ഒരു 5-6 ചെറിയുള്ളി ഉണ്ടാവും. പിന്നെ ഒരു 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, കുറച്ച് കസൂരി മേത്തി കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. പിന്നെ ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ ഗരം മസാലയും ചേർത്തി കൊടുക്കാം. പിന്നെ ഇവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് ചേരട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു 3 മിനിറ്റിന് ശേഷം ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 കിലോ ചിക്കൻ ഉണ്ടാവും. ഇത് വലിയ ചട്ടി ആയതുകൊണ്ട് കാണാനിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തിളപ്പിച്ചെടുക്കാം. ഞാൻ ഈ ഒരു കറി ഇച്ചിരി കറിയോടുകൂടി തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ചോറിലേക്ക് ഞാൻ വേറെ കറി ഉണ്ടാക്കിയിട്ടില്ല. മോര് താളിച്ചതും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് അയൻകുട്ടീൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞത് കേട്ടോ എന്നോട്. അപ്പോൾ ഞാൻ ഇച്ചിരി കറിയോട് കൂടി തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നെയ്ച്ചോറൊന്നും ഉണ്ടാക്കാൻ എനിക്ക് പെട്ടെന്ന് സമയമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വെറും ചോറ് തന്നെയാണ് കേട്ടോ ആക്കിയത്. ചിക്കൻ ഗ്രേവിയും വെറും ചോറും പിന്നെ ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിട്ടാണ് കൊടുത്തത് കേട്ടോ. അങ്ങനെ ഞാനിവിടെ വേഗം ചിക്കനൊക്കെ കറിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഒന്നും കൂടി കുറുകി വരും. അതിലോട്ട് ഇച്ചിരി മല്ലിയിലയും കറിവേപ്പിലയൊക്കെ കൊത്തിയരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ പോയിട്ട് ഞാൻ അരി എടുക്കാൻ പോയതാണ്. ഞാൻ എപ്പോഴും അരി അവിടെയാണ് കേട്ടോ വെക്കാറുള്ളത്. അരി എടുത്തിട്ട് വന്നു. ഇനി അത് കഴുകിയിട്ട് കുക്കറിൽ നമുക്ക് വിസിലടുപ്പിച്ചെടുക്കണം. ഈ കുക്കറിൽ ഇപ്പോൾ 2-3 വിസിലടിച്ചാലും നമ്മുടെ അരി വെന്തങ്ങോട്ട് ഇതാവുന്നില്ല. വേവുന്നുണ്ട്, പക്ഷേ വെന്ത ചോറ് വേണമെന്ന് നമുക്ക് ഇടയ്ക്ക് തോന്നുമല്ലോ.
ഒരു ടൈപ്പ് വരുന്നില്ല കേട്ടോ. അങ്ങനെ സ്ഥിരം നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട്. കടലമാവ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഡ്രൈ മാംഗോ പൗഡർ, കസൂരി മേത്തി, ചിക്കൻ മസാല, നാരങ്ങയുടെ നീര്, തൈര്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഓയിൽ, ഉപ്പ്, ഇതെല്ലാം ഇട്ടിട്ടാണ് നമ്മളിവിടെ മസാല ഉണ്ടാക്കിയിട്ട് എടുക്കാറ്. എൻ്റെ സ്ഥിരം മസാല തന്നെയാണ്. നിങ്ങൾക്ക് കണ്ട് കണ്ട് ചിലപ്പോൾ മടുത്തിട്ടുണ്ടാവും. ഇതിലോട്ട് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഇനി നമുക്ക് ബോൺലെസ് പീസസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സോസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നല്ല പോലെ സോഫ്റ്റായിട്ട് വരും കേട്ടോ. പിന്നെ മല്ലിയില കൊത്തിയരിഞ്ഞത്, കറിവേപ്പില കൊത്തിയരിഞ്ഞതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിത് അടച്ച് വെക്കുന്നുണ്ട്. സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ശേഷം പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ സാലഡ് ഉണ്ടാക്കാൻ വലിയ ഉള്ളിയും ക്യാരറ്റ്, പിന്നെ പച്ചമുളക്, തക്കാളി, അതുപോലെ നമ്മുടെ വെള്ളരിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. സാലഡ് ഇപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ലഞ്ചിൽ ഉൾപ്പെടുത്തുന്ന ഒരിതാണ്. പണ്ട് നമ്മൾ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കൂട്ടാനായിരുന്നു കേട്ടോ ഇത്. നമുക്കത് കൂട്ടാനായിട്ടാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ എല്ലാവരും അത്ര ഈ സാലഡിനെ കുറിച്ചൊന്നും അധികം അറിവുണ്ടായിരുന്നില്ല എനിക്ക്. പക്ഷേ ഇവിടെ ഉണ്ടാക്കുന്നത് കാരണം ഡെയിലി ഉണ്ടാക്കിയിരുന്നു. ഇപ്പോഴൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഓരോ കാര്യങ്ങളും. പണ്ട് അറിയാണ്ട് കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. അധികം പുളിയില്ലാത്ത തൈര് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പാക്കറ്റ് തൈരാണ് ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. യോഗേർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വെറുതെ കഴിക്കാൻ ഇഷ്ടമല്ല, ഫ്രൂട്ട് യോഗേർട്ട് ഇഷ്ടമാണ് വെറുതെ കഴിക്കാൻ. ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് കഴിക്കാൻ നേരത്തെ എടുക്കുക. പിന്നെ നമ്മൾ കഴിക്കാനാവുമ്പോഴത്തേക്കും ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ വെച്ച് കൊടുത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കാം. അങ്ങനെ ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട് അല്ലേ, റെസിപ്പി വീഡിയോകൾ ഇടയ്ക്ക് വരുമ്പോഴേ. അപ്പോൾ ഡയറ്റ് പ്ലാൻ ഞാൻ പറഞ്ഞു. പിന്നെ മറ്റുള്ള ചാനലിൽ കമൻറ്റ് കണ്ടിരുന്നു, ക്രീമിൻ്റെ പ്രൊമോഷൻ വർക്ക് ചെയ്യരുത്, അവരുടെ കുട്ടികൾ ക്രീം വേണമെന്ന് പറയാണ് അത്രയെന്ന് പറയുന്നുണ്ട്. ഓക്കെ അതെനിക്കറിയില്ല. ഇവിടെ പിള്ളേരൊന്നും ക്രീം വേണമെന്ന് പറയാറില്ല. ആയാൻകുട്ടിയൊന്നും ഒരു പൗഡർ പോലും ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. റിഹാന് പിന്നെ ഫേസ് വാഷ് യൂസ് ചെയ്യും, അതുപോലെ സൺസ്ക്രീന് അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ റിഹാന്. ഞാനിവിടെ ഒരു തക്കാളി മോരുകറി ഉണ്ടാക്കി. പിന്നെ ചോറും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജിനിത്ത വ്ളോഗ് സൂപ്പർ ഡ്രസ്സ് സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു ജിനി. തടി ബോറില്ല, ഞാൻ മാരേജ് ഫങ്ഷനിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഡോൺ വറി. പിന്നെ തടി കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഏത് മാരേജ് ഫങ്ഷനിലാണ് എന്നെ കണ്ടതെന്നൊന്ന് പറയണേ തനൂജ. ഹാവ് എ നൈസ് ഡേ. ഓക്കെ. പിന്നെ എപ്പോഴും ഉള്ള പോലെ നമുക്ക് കുറേ ഹാർട്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ FBയിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമുക്ക് എന്തൊക്കെ കമൻറ്റ്സ് ഇട്ടിക്കണമെന്നൊക്കെ നോക്കാം അല്ലേ. കുറേ കമൻറ്റ്സ് നമുക്ക് FBയിൽ ഇട്ടിട്ടുണ്ട്. ജിനി യു ടോണ്ട് വെരി വെൽ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഹായ്. പിന്നെ കുറേ ഹാർട്ട് ഉണ്ട്. സൂപ്പർ വീഡിയോ ജിനി പറയുന്നുണ്ട്. ഹായ് ജിനി, നന്നായി തടി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. സൂപ്പർ വീഡിയോ എത്താ, കുക്കിംഗ് സൂപ്പർ. എന്താ ജിനി തടി വല്ലാതെ കുറഞ്ഞു പോയി എന്ന് പറയുന്നുണ്ട്. സങ്കടത്തോടെ പറയണം കേട്ടോ അത്. പിന്നെ കുറേ പേര് നൈസ് ഉണ്ട്, സൂപ്പർ ഉണ്ട്, ഹാർട്ട് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു കംഫർട്ടിനനുസരിച്ചിട്ടാണ് ഞാൻ കുറച്ച് എടുക്കുന്നത്. അതിപ്പോൾ എല്ലാവർക്കും പറ്റിക്കൊള്ളാം എന്നില്ല. എന്നെ കാണുമ്പോൾ ചില ആൾക്കാർ പറയുമായിരിക്കും ഓൾഡായി എന്ന് പറയും, ചില ആൾക്കാർ വേണമെങ്കിൽ അയ്യേ കൊലം കെട്ടുപോയി എന്ന് പറയുമായിരിക്കും. പക്ഷേ എൻ്റെ മനസ്സിൽ അത് എത്രത്തോളം എനിക്ക് സന്തോഷം തരുന്നുണ്ടോ. പിന്നെ പലരും ഇങ്ങനെ വിചാരിക്കും പട്ടിണി കിടന്ന് മെലിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മെലിയാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ഞാനിങ്ങനെ കേൾക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എൻ്റെ ഒരു എനിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടിയപ്പപ്പൊടി ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അപ്പോൾ ഇത് സൺഡേ മോർണിംഗ് മുതലാണ് കേട്ടോ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അവന് കടയിൽ പോയതാണ്. ഞാനിവിടെ ഉഴുന്നും ഉലുവയും വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഞാനൊരു വൈറൽ സംഭവം കണ്ടപ്പോൾ അതൊന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് വഴിയേ കാണാം. പിന്നെ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്, പാല് പിഴിഞ്ഞതും. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടാക്കിയതിൻ്റെ കുറച്ചുണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് പാരമ്പര്യമായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വരുമോ വരില്ലയോ എന്നല്ല, നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് വേഗം വരാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡയറ്റാണെങ്കിലും വർക്കൗട്ടാണെങ്കിലും. പിന്നെ ഈ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, നമുക്ക് തരുന്ന 24 മണിക്കൂറിൽ കുറച്ചെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നമ്മളും ജീവിക്കണ്ടേ? അല്ലെങ്കിൽ റിഗ്രറ്റ് അടിച്ചു പോകും. ലൈഫ് ഇങ്ങനെ തിരിഞ്ഞ് പിന്നിലോട്ട് നോക്കുമ്പോൾ അയ്യോ ഞാൻ എന്ത് ജീവിതമാണ് ജീവിച്ചത് എന്നുള്ളൊരു തോന്നൽ വരൂല്ലേ. നമ്മുടെ 90s കിഡ്സിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഏറെക്കുറെ എല്ലാ കാര്യങ്ങളിലും അറിവ് കിട്ടിയിട്ടുണ്ട്. പണ്ടത്തെ ആൾക്കാരെ പോലെയല്ല. പണ്ടത്തെ ആൾക്കാർ ഒരു കാര്യം അറിയാണ്ട് അങ്ങനെ ജീവിച്ച് വന്നു. നമ്മളങ്ങനെയല്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. പക്ഷെ നമുക്ക് അതുപോലെ അങ്ങ് ജീവിക്കാനും പറ്റുന്നുമില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടാവില്ലേ പലർക്കും. പക്ഷേ നമ്മൾ ഇങ്ങനെ കണ്ടുവെക്കുക, അതായത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ആകെ ബോറടിച്ച് പോകും കേട്ടോ ലൈഫ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഞാൻ എൻ്റെ സന്തോഷങ്ങളൊക്കെ കണ്ടെത്തുന്നത് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ, പിന്നെ ഞാൻ പാട്ട് കേൾക്കാറുണ്ട്, പറ്റുകയാണെങ്കിൽ ഞാൻ ഡാൻസും ചെയ്യാറുണ്ട്. അതൊക്കെ എൻ്റേതായ ഒരു പ്രൈവറ്റ് ടൈമുകളിൽ പ്രൈവസി ആയിട്ടുള്ളൊരു കാര്യങ്ങൾ ഒക്കെയാണ് കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ കിച്ചണിൽ നിൽക്കുമ്പോഴും ഞാൻ ഒരിക്കലും ഇങ്ങനെ എന്താ പറയുക, ഒരു മൂഡ് ഓഫായിട്ട് ഞാൻ നിൽക്കാറില്ല. ഞാൻ എന്തെങ്കിലും വീഡിയോ കാണും, വീഡിയോ ഓണാക്കി വയ്ക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും കോൾ ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എപ്പോഴും സന്തോഷം മാത്രം എന്നല്ല, സന്തോഷം കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാവിടെയും ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. തേങ്ങ റിഹാൻ പോയി പൊളിച്ച് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒഴിച്ചിട്ട് പാല് പിഴിഞ്ഞത് ഉണ്ടാക്കണം. ഇടിയപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചു. ഏകദേശം ടൈം ആയിട്ടുണ്ടായിരുന്നു. റോബസ്റ്റോ ഒക്കെ എടുത്ത് നമ്മളിതാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഞെരടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊളിച്ച ഒരു തേങ്ങ ഫുള്ള് എടുത്തു കേട്ടോ. ഞാൻ ഇത് കുറച്ച് പ്രയാസപ്പെട്ടു ഞാനിതൊന്നും ഇങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ തേങ്ങ പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പഞ്ചസാര ഇട്ടിട്ടാണ് ഞാൻ തേങ്ങ അരച്ചെടുത്തത് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാല് പിഴിഞ്ഞത് റെഡിയാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ ചിക്കൻ കറി ഞാൻ ബാക്കി ഉണ്ടായിരുന്നത് റിഹാൻ കൊടുത്തു, അയാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവിടെയും ഒന്ന് ക്ലീൻ ആക്കാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തുടച്ചു. പിന്നെ ഇന്നലെ ഞാൻ ലെഗ് പീസും കുറച്ചിങ്ങനെ കൈക്കുറക് അല്ലേ അതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊന്നൊരു റെസിപ്പി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. സൺഡേ ആകുമ്പോൾ ചിക്കൻ ഇല്ലാണ്ടിരുന്നാൽ നമുക്ക് സൺഡേ എന്തോ പോലെയാണ്. നമ്മൾ ആ ഭാഗത്തൊക്കെ ഫ്രൈഡേ ബീഫ് ഇല്ലാണ്ടിരുന്ന എന്തോ പോലെയല്ലേ, അതേപോലെയാണ് കേട്ടോ. അങ്ങനെ ഇതാ വേഗം പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ഞാൻ ഇന്ന് എന്താ കഴിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ എഗ്ഗ് പുഴുങ്ങിയില്ല കേട്ടോ. ഞാൻ റോബസ്റ്റ് കഴിച്ചു രാവിലെ. പിന്നെ കോഫിയും കുടിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് വളരെ കുറവാണ് കേട്ടോ ഇപ്പോൾ. ഇനി കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൺട്രോൾ കിട്ടുമോയെന്ന് അറിയില്ല. അപ്പോൾ പൊതുവെ കുറവാണ്. പലരും വിചാരിക്കും നമുക്ക് ആക്രാന്തം കാരണമാണ് ഇങ്ങനെയൊക്കെയാണെന്ന്. ഒരിക്കലും അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ഹോർമോണിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള ഓരോ അറിവുകൾ വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. പണ്ട് എനിക്കും മനസ്സിലായിരുന്നില്ല കേട്ടോ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ക്രേവിങ്സ് വരുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്നുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് അറിഞ്ഞിരുന്നില്ല. നമുക്ക് പിന്നീട് ഇങ്ങനെ ഓരോ അറിവുകൾ വരുമല്ലോ, അങ്ങനെ അറിയാൻ തുടങ്ങിയതാണ് പലതും. അപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ തൈറോയിഡ് ഉള്ള ഒരു പേഷ്യൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. വേറൊരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്കത് മനസ്സിലാവും. കാരണം ഞാനല്ലാതെ പിന്നെ ആര് എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് നമ്മൾ അങ്ങേയറ്റം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി കാണാം അല്ലേ. എല്ലാ സ്പൈസസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയുള്ളി, തക്കാളിയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടൊന്ന് വഴറ്റിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കുക, 2 സ്പൂണ് മല്ലിപ്പൊടി,
പിന്നെ ഗരം മസാല 1 സ്പൂണ്, ചെറിയ സ്പൂണാട്ടോ, കുരുമുളക് പൊടി 2 സ്പൂണ്, ഇത്രയും മതി. ഇതിലോട്ട് മുളക് പൊടി എടുക്കുന്നില്ല. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഈ മസാലയിലൊന്ന് കിടന്ന് വേവട്ടെ കേട്ടോ ഈ ഒരു ചിക്കന്. അതിനുശേഷം നമുക്കിതിലോട്ട് 2ാം പാൽ ഒഴിച്ചിട്ട് ഈ ചിക്കൻ വേവിച്ചെടുക്കണം. അങ്ങനെ ഞാനിവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റിന് ശേഷം ഇതാ തുറന്ന് ഒന്നും കൂടി ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ അതാ 2ാം പാൽ എടുത്ത് വെച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു തേങ്ങേൻ്റെ പാൽ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ 2 തേങ്ങേൻ്റെ പാൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഇതിങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്, വറ്റിയും വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1ാം പാൽ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കസൂരി മേത്തിയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഈ കസൂരി മേത്തി ഇല്ലാത്ത പരിപാടി എനിക്കില്ല ഇപ്പോൾ, കാരണം അത് അത്രയും ടേസ്റ്റാണ്. നമ്മുടെ കറീനെ വേറെ ലെവലിലോട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ പിന്നെ നമ്മളത് യൂസ് ചെയ്യാണ്ടിരിക്കുമോ. പിന്നെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ വാരി വെതറി ഞാനിത് അങ്ങോട്ട് അടച്ച് വയ്ക്കുന്നുണ്ട്. ഇച്ചിരി കഴിയുമ്പോൾ നല്ലോണം കുറുകും കേട്ടോ. പിന്നെ രാവിലെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച മാവില്ലേ, അതങ്ങോട്ട് എന്താ പറയുക, ഉഴുന്ന്, അതിലോട്ട് ഈ പുട്ടുപൊടി ഇട്ടേക്കുന്നത്. ഇതുകൊണ്ട് സൂപ്പർ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റൂത്രേ. എന്തായാലും ഒന്ന് പരീക്ഷിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങോട്ട് ആ ഉഴുന്നും അതിലോട്ട് 1 കപ്പ് ചോറ് ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് പുട്ടിൻ്റെ പൊടി ആഡ് ചെയ്തു. ഇച്ചിരി വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് കൺസിസ്റ്റൻസി ഈ ഒരു ലെവലിൽ വരണം കേട്ടോ. ഇനി അടച്ച് വയ്ക്കുക. നാളെ രാവിലെ എടുത്ത് നോക്കുക എന്താ സംഭവിക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം